നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. 1-ാം അധ്യായം തന്നെ എടുക്കുക. ആ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഹഗലിയാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാണ്? 1-ാമത്തെ വാക്യം, ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. നെഹമ്യാവെന്ന് പറയുന്ന മനുഷ്യനെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത്? വാട്ട് ഈസ് എ റീസൺ? നെഹമ്യാവിനെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത്? നെഹമ്യ അറിയപ്പെടുന്നത്. പറഞ്ഞു പാസ്റ്ററിന് എങ്ങനെയാ നെഹമ്യാവിനെ അറിയുന്നത്? നെഹമ്യാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന ചിന്ത എന്നാ? ജെറുസലേമിന്റെ മതിൽ പണിത, ജെറുസലേമിന്റെ മതിൽ പണിത വ്യക്തി, മതിൽ പണിഞ്ഞ മനുഷ്യൻ എന്നല്ലേ? ഉറപ്പാണോ? ഹല്ലേലൂയ. പക്ഷെ എന്താണ് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുതിയത്? ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം എന്നല്ലേ? സത്യത്തിൽ വരേണ്ടത്, എഴുതേണ്ടത് നെഹമ്യാവിന്റെ മതില് പണിയുടെ ചരിത്രം എന്നല്ലേ? ആണോ? അതെ. നെഹമ്യായുടെ മതില് പണിയുടെ ചരിത്രം എന്ന് പറഞ്ഞല്ലേ ഈ പുസ്തകം തുടങ്ങേണ്ടിയേ? പക്ഷേ ഈ പുസ്തകം തുടങ്ങിയിരിക്കുന്നത് നെഹമ്യാവിന്റെ ചരിത്രം എന്ന് പറഞ്ഞല്ലേ? ഹല്ലേലൂയ. 2, വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എൻറ്റയർ ദ തിങ് ബൈബിൾ വ്യക്തമാക്കും. ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് ആ വ്യക്തിയുടെ ഒരു ചെറിയ ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് ബൈബിൾ തരും. പക്ഷെ നെഹമ്യാവിനെ കുറിച്ച് ഒറ്റ വാക്കേ എഴുതിയിട്ടുള്ളൂ. ഹഗല്യാവിന്റെ മകനായ നെഹമ്യായുടെ ചരിത്രം. കുടുംബ പശ്ചാത്തലമോ മറ്റ് യാതൊരു കാര്യങ്ങളോ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, പരിശുദ്ധ ആത്മാവേ, നെഹമ്യായുടെ മതില് പണിയുടെ ചരിത്രം എന്നല്ലേ ഈ പുസ്തകത്തിൽ എഴുതേണ്ടത്? പിന്നെ എന്താ നെഹമ്യാവിന്റെ ചരിത്രം എന്ന് എഴുതിയത്? തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരിക്കലും താനൊരു ചരിത്രമാകാൻ ആഗ്രഹിച്ച ആളല്ല. ഈ മനുഷ്യൻ ഒരിക്കലും തനിക്കൊരു പണി നടത്താൻ ആഗ്രഹിച്ച ആളല്ല. ഈ മനുഷ്യൻ ഒരിക്കലും തൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്ന മനുഷ്യനല്ല. ഈ മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ജെറുസലേമിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മേളിൽ വീണിരിക്കുന്ന നിന്ന മാറണം. ശത്രുക്കൾ കത്തിച്ചു കളഞ്ഞ ജനലുകളും വാതിലുകളും ജെറുസലേമിന്റെ മതിലുകളും പണിയപ്പെടണം. കർത്താവിന്റെ മഹത്വം ആഗ്രഹിച്ച, സ്വന്തം മഹത്വം ആഗ്രഹിക്കാതിരുന്ന, ഞാനൊരു ചരിത്രമാകണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കാതെ തൻ്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം പണിയണമെന്ന് ആഗ്രഹിച്ചവനെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റി. സ്വന്തം മഹത്വത്തിനായി സ്വന്തം ചരിത്രങ്ങൾ മെനയാൻ ചുവടുകൾ വെച്ച പലരും ഒരു ചുവരിലെ ചിത്രമായി തീർന്നപ്പോൾ തമ്പുരാന് വേണ്ടി ചുവട് വെച്ച, ദർശനത്തോടെ കാൽ ചുവട് വെച്ച, തമ്പുരാന്റെ മഹത്വം അന്വേഷിച്ച, ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല. ആ മനുഷ്യനെ, തൻ്റെ ജീവിതത്തെ ദൈവം ഒരു നന്മയുടെ ചരിത്രമാക്കി മാറ്റിയെങ്കിൽ, വാത്സല്യ ദൈവമക്കളോട് പറയാം,
നീ ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചാൽ, നീ കർത്താവിന്റെ സഭയ്ക്കും കർത്താവിന്റെ രാജ്യത്തിനും വേണ്ടി നിന്നാൽ, നീ കേവലം ചുവരിലെ ഒരു ചിത്രമാകുകയല്ല, നിന്നെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റുമെന്ന് കർത്താവ് അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. രണ്ട്, ഈ മനുഷ്യനായിരുന്നത് ശൂഷൻ രാജസന്നിധിയിലാണ്. പേർഷ്യൻ രാജാവായ അർത്തഹഷ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് രാജാവിന്റെ വലങ്കയാണ്. ഹല്ലേലൂയ. ആ പാനപാത്രവാഹകൻ ആ കൊട്ടാരത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്, ഭയങ്കര അധികാരമുള്ള മനുഷ്യനാണ്, ഒരു വലിയ പദവിയാണ്. ആ കൊട്ടാരത്തിനകത്തെ രാജാവിന്റെ പാനപാത്രവാഹകനാകുക എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല. ഒരു വലിയ പദവിയിൽ ഇരുന്ന ഈ മനുഷ്യൻ രാജാവിന്റെ പാനപാത്രവാഹകൻ. ഞാൻ ഇങ്ങനെയാണ് ഈ പാനപാത്രവാഹകന്മാരെ കുറിച്ച് അന്നത്തെ കാലത്തിലെ ചരിത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയത്. രാജാവിനൊരു ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതാദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പാനപാത്രവാഹകനാണ്. പാനപാത്രവാഹകൻ ഭക്ഷിച്ചതിന് ശേഷമേ ആ ഭക്ഷണം രാജാവിന് കൊടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ രാജാവ് അത്ര ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്, അത്ര വിശ്വസിക്കുന്ന ആളാണ് രാജാവിന്റെ പാനപാത്രവാഹകൻ. അപ്പോൾ പേർഷ്യ പോലത്തെ രാജ്യത്തിൽ അന്നത്തെ കാലത്ത് ശൂഷൻ രാജസന്നിധിയിൽ, പുള്ളി എവിടെ ഇരിക്കുന്നേ? രാജസന്നിധിയിൽ. പുള്ളി എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നേ? രാജസന്നിധിയിൽ. പുള്ളി എവിടെ ഇരുന്നാ വർത്തമാനം കേൾക്കുന്നേ? രാജസന്നിധിയിൽ. അത്ര പൊസിഷനിൽ ഇരുന്ന മനുഷ്യൻ ഒരു വർത്തമാനം തന്റെ സുഹൃത്തുക്കളിലൂടെ കേൾക്കുകയാണ്. എന്താണ് കേട്ട വർത്തമാനം? രണ്ടാമത്തെ വാക്യം, എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അമേരിക്കയിൽ നിന്ന് വന്ന ഒരാളിനോട് അമേരിക്ക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ യഹൂദയിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് ഈ പേർഷ്യയിലേക്ക് വന്ന തന്റെ സുഹൃത്തുക്കളോട് നെഹമ്യ ചോദിച്ചു, എങ്ങനെ പോകുന്നു ജെറുസലേം? പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം എങ്ങനെയുണ്ട് യഹൂദന്മാർ? ജെറുസലേമൊക്കെ എങ്ങനെ പോകുന്നു? ഇത് ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചത്? ജെറുസലേം എങ്ങനെയുണ്ട്, ആ പട്ടണം എങ്ങനെ പോകുന്നു? ഹല്ലേലൂയ. നല്ലത് ചോദിച്ച് മനസ്സിലാക്കുന്നത്, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ചീത്ത കാര്യങ്ങൾ പറയുന്നത്, തെറ്റിദ്ധരിപ്പിക്കുന്നത്, കലക്കമുണ്ടാക്കുന്നത്, നുണയും കൊതിയും പറയുന്നത് അത് ചീത്ത മനുഷ്യരുടെ സ്വഭാവമാണ്. ചേർന്ന് ആമേൻ പറയാവോ? കണ്ടോ ആ മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് കണ്ടോ? ആരുടെ? ഉറക്കെ പറ. സുഹൃത്തുക്കളെയൊക്കെ കണ്ടപ്പം, തന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പം, നിങ്ങളുടെ പട്ടണം എങ്ങനെയുണ്ട്? ജെറുസലേം എങ്ങനെ പോകുന്നു? അവിടുത്തെ സ്ഥിതി എന്താ? അവിടുത്തെ അവസ്ഥകൾ എങ്ങനെ പോകുന്നു? അധികാരമുള്ളൊരു മനുഷ്യന്റെ, പ്രാർത്ഥന മനുഷ്യന്റെ സ്വഭാവമാണ്. ചോദിക്കണം, മക്കളെ ചോദിക്കണം, ചർച്ചിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ടിനുപാസ്റ്റർ എങ്ങനെ പോകുന്നു? നമ്മുടെ പാസ്റ്റർമാരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നോ? നമ്മുടെ ദൈവമക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നോ? ആ കുടുംബം എങ്ങനെയുണ്ട്? ആച്ചാനിപ്പോ സൗഖ്യത്തോടെ ഇരിക്കുന്നോ? ബലത്തോടെ ഇരിക്കുന്നോ? ചോദിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നെഹമ്യ ഇത് ചോദിച്ചിട്ട് പോവല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. യഹൂദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചേർന്ന് ഒരു ആമീൻ പറയാവോ? ആ യഹൂദന്മാരോട് യെരുശലേമിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. മൂന്നാമത്തെ വാക്യത്തിൽ അതിന് അവർ പറഞ്ഞു, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് യെരുശലേമിൽ, ഇസ്രായേലിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്,
ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ശൂഷൻ രാജസന്നിധിയിൽ ഇരിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലെ അർത്ഥകഷ് രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്തോ കാര്യത്തിന് വേണ്ടിയ ഇസ്രായേലിൻ്റെ അവസ്ഥ കേട്ട്, ജെറുസലേമിൻ്റെ അവസ്ഥ കേട്ട് ഇങ്ങേർക്ക് കരയേണ്ട വല്ല കാര്യമുണ്ടോ? സകല സുഖ സൗകര്യങ്ങളിലും ഇരിക്കുന്ന, സകല അധികാരത്തിലും ഇരിക്കുന്ന, രാജസന്നിധിയിലിരിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് യെരൂശലേമിനെ കുറിച്ച് കേട്ടപ്പോൾ, അവിടുത്തെ അവസ്ഥ കേട്ടപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. നെഹമ്യ എന്ന മനുഷ്യൻ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവമായ യഹോവയിലായിരുന്നു. ഇവിടെ ഞാൻ ഇങ്ങനെ സഭയോട് പറയുന്നു, ദേശത്തോട് പറയുന്നു, വിഭാഗ്യതകൾ നോക്കരുത്, സംഘടന നോക്കരുത്, രാജ്യം നോക്കരുത്, മനോഭാവങ്ങൾ നോക്കരുത്. ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകളാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകളാ. ദൈവരാജ്യം ഒരു വ്യക്തിയുടെ അല്ല, ദൈവരാജ്യം ദൈവത്തിൻ്റെയാ. അത് എക്സ്പാൻഡഡ് ആകേണ്ടത് എൻ്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാ. എത്ര പേർ അവരൊന്ന് കൈകൾ അടിച്ചതൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഇത് നെഹമ്യാവിന്റെ വ്യക്തിപരമായ വിഷയമല്ല. കാരണം താൻ വിശ്വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി. യേശു കർത്താവിന്റെ ആണ് തന്റെ സഭ എന്നുള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. താൻ വിശ്വസിക്കുന്ന തന്റെ ദൈവമായ കർത്താവായ യഹോവയിൽ വിശ്വസിക്കുന്ന, യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ നെഹമ്യാവിന് ഈ വിഷയം കേട്ടപ്പോൾ കരച്ചിൽ വന്നു, ദുഃഖമുണ്ടായി, പ്രയാസം വന്നു. ഇനി ഞാൻ സഭയോടൊരു മെസ്സേജ് പാസ് ചെയ്യ, ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ നിങ്ങൾ അടിവര ഇടുകയാണെങ്കിൽ ഈ രണ്ട് വാക്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ട് പദങ്ങൾക്ക് അടിവര ഇടാവോ? കുറേ നാൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ രണ്ട് വാക്യത്തിനൊന്ന് അടിവര ഇടാവോ? കുറേ നാൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏറെ നാളുകളായി ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഓ താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, കുറേ നാളായി ഒരേ വിഷയത്തിന് വേണ്ടി കുറേ നാളായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അതിന്റെ മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. In the mighty name of Jesus. കുറേ നാൾ ഒരേ വിഷയത്തിന് വേണ്ടി സാക്ഷ്യങ്ങളായി അത് വെളിപ്പെട്ടു വരട്ടെ. സാക്ഷ്യങ്ങളായി അത് വെളിപ്പെട്ടു വരട്ടെ. കുറേ നാളായി ഒറ്റ വിഷയത്തെ ഫോക്കസ് ചെയ്ത്, മക്കളെ വിടരുത്. നിന്റെ അകത്തൊരാത്മഭാരം ഒരു വിഷയത്തിൽ കയറിയാൽ അന്നേരം പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, അന്നേരം കരഞ്ഞപ്പോൾ നടന്നെന്ന് വരത്തില്ല. പക്ഷെ നീ ആ ഒറ്റ വിഷയത്തിന്റെ പുറകെ നിൽക്കാമെങ്കിൽ, നീ ആ ഒറ്റ വിഷയത്തിന്റെ പുറകെ നിൽക്കാമെങ്കിൽ അത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് സ്വീകരിച്ച് പേർഷ്യൻ രാജ്യത്തിലെ ഒരു പൗരൻ, അതും ശൂഷൻ രാജസന്നിധിയിൽ രാജാവിന്റെ പാനപാത്രവാഹകനായി സകല മഹത്വത്തിലും പദവിയിലിരിക്കുന്ന നെഹമ്യ എന്ന സഹോദര ദൈവമനുഷ്യ, നിങ്ങൾ എന്തിനാണ് യെരൂശലേമിന് വേണ്ടി കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു.
നീ കണ്ടിട്ടില്ലാത്തവനെ Amen. നിന്റെ വിടുതലിനായി ദൈവം ഒരുക്കും. Yes. Receive it. ആ, ഇതാരോടുള്ള ദൂതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്കൊരു പരിചയവും കാണുകയില്ല, നിനക്കൊരു ബന്ധവും കാണുകയില്ല. പക്ഷേ നിനക്ക് ബന്ധമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. നിനക്ക് പരിചയമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ. Hallelujah. Oh Jesus, I am prophesying over you. Amen. എത്രയോ യഹൂദന്മാർ ആ രാജ്യത്തിലുണ്ട്, എത്രയോ പ്രമാണികൾ ആ പട്ടണത്തിലുണ്ട്. ഒരു യഹൂദന്റെയും അകത്ത് വെളിപ്പെടാത്ത ദർശനവും, ഒരു യഹൂദന്റെയും അകത്ത് വരാത്ത ആത്മഭാരവും ഇരുന്ന ഒരുത്തന്റെ അകത്ത് Amen. Yes. ഈ സഭയിലെ കുടുംബങ്ങൾ എഴുതി വെച്ചോ, Yes. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എഴുതി വെച്ചോ, Yeah. നീ പ്രതീക്ഷിക്കാത്ത വഴികൾ എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. I receive it. I receive it. ഇവരെ കരുതാൻ, സഭയെ കരുതാൻ, Yes. ഇവരുടെ കുടുംബത്തിനായി, ഇവരുടെ തലമുറയ്ക്കായി മറ്റ് ചിലരുടെ അകത്ത് ആത്മഭാരം കൊടുത്ത്, മറ്റ് ചിലരുടെ അകത്ത് പേടൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കണ്ടിട്ടില്ലാത്ത ചിലതിനെ മറുഭാഗത്ത് ദൈവം ഒരുക്കുകയാണ്. ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വെറും പ്രാർത്ഥനയല്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ. Amen. ഇരുന്ന് കരഞ്ഞെന്നല്ലേ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, Amen. കരഞ്ഞു പ്രാർത്ഥിക്കാൻ, കുറെ നാൾ പ്രാർത്ഥിക്കാൻ, ആത്മഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ. ആ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരുത്തന്റെ അകത്ത് മറ്റൊരു സ്ഥലത്ത് Yes. സ്വർഗം ആത്മഭാരമിട്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ, നീ ചിന്തിച്ചിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ നിന്റെ വിടുതലിനായി, സഭയുടെ വിടുതലിനായി, നിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് സ്വീകരിക്കുന്നു. ദൈവം എടുക്കുന്ന റൂട്ടുകൾ, ദൈവം എടുക്കുന്ന വഴികൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളാണ്. ജെറുസലേമിന്റെ വാതിലുകൾ ശത്രു തകർത്തപ്പോഴും, അതിന്റെ ജനാലകളും ഉടച്ചു കളഞ്ഞപ്പോഴും, അതിന്റെ കിളിവാതിലുകളെ നശിപ്പിക്കുമ്പോഴും, പട്ടണത്തിൽ ശത്രു അഴിഞ്ഞാടുമ്പോഴും, യഹൂദന്മാർ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി ഒളിക്കുമ്പം, അരമനകളിൽ അധികാരമുള്ള ഒരു മനുഷ്യന്റെ അകത്ത് ആത്മഭാരത്തെ കൊടുത്ത് ആ പട്ടണത്തിന് വേണ്ടി ഇരിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കരയാൻ, ഉപവസിക്കാൻ ഒരുത്തനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ ഞാനും നീയും അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ തമ്പുരാൻ നടത്തിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നെഹമ്യാവെന്ന എസ്രാ നെഹമ്യ, ഇവർ രണ്ടുപേരുടെയും കൂടെ സംഭാവനയാണ് ഈ പുസ്തകം. സമകാലികരാണിവർ, എസ്രാ നെഹമ്യ. ഈ എസ്രായിക്കും നെഹമ്യായിക്കും 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഇരമ്യാവ്. ഇരമ്യാവ് ഒരു പ്രൊഫസി എന്ന് വെച്ചാൽ അന്ന് ആ പ്രവാചകൻ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ വായായിട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ നോക്കി നെഹമ്യാവിന് 200 വർഷം മുമ്പ് ഒരു വാക്ക് റിലീസായി കിടക്കുക. പിടിയിടുന്നോ? ഒരു വാക്ക് ആ പട്ടണത്തിൽ റിലീസായി കിടക്കുക. എന്തായിരുന്നു അറിയാതെ? ജെരമ്യായുടെ പ്രവചന പുസ്തകം 15-ാം അധ്യായം
അതിൻ്റെ 5-6 വാക്യത്തിൽ കിടപ്പുണ്ട്, യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആര് നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ആര് കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ നിന്നോട് കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. 7-ാം വാക്യത്തിൽ, ദേശത്തിന്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു. ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു, എങ്കിലും അവർ തങ്ങളുടെ വഴികളെ തിരിഞ്ഞില്ല. 5-ാം വാക്യം ഒന്നും കൂടെ നോക്കാം. നിന്നോട് ആർക്ക് കനിവ് തോന്നും? യെരൂശലേമേ, നിന്നോട് ആര് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ഇനി ആര് വരും? 6-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയതിനാൽ എൻ്റെ കൈ നിന്റെ നേരെ നീട്ടി നിന്നെ നശിപ്പിക്കും. ഇനി നിന്നോട് ഞാൻ കരുണ കാണിക്കില്ല, കരുണ കാണിച്ച് മടുത്തു. ഇങ്ങനൊരു പ്രവചനം ദൈവത്തിൽ നിന്ന് റിലീസായി കിടക്കുകയാണ്. എവിടെ? യെരൂശലേമിൽ, ആ പട്ടണത്തിൽ. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ എല്ലാ ദുഃഖങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അതിൻ്റെ എല്ലാ പീഡകളും വിവിധ നിലകളിൽ അവർ അനുഭവിക്കുകയാണ്. ഇങ്ങനെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഇനി നിന്നോട് ആരും കരുണ കാണിക്കില്ല, നിന്നോടാർക്കും സഹതാപം തോന്നില്ല, നിന്നോടാർക്കും കനിവുണ്ടാകില്ല എന്ന് വിധി എഴുതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരുത്തൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ, ഒരുത്തൻ ഇടിവിൽ നിൽക്കാൻ, ഒരുത്തൻ പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ തയ്യാറാകുന്നത്. ഞാനൊരു സത്യം വിളിച്ചു പറയാം. ഭവനത്തിനകത്തോ സഭയ്ക്കകത്തോ ആത്മഭാരത്തോടെ ചങ്ക് തകർന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ വെച്ച പല വിധികളും മാറി മറിയും. വിശ്വസിക്കുന്നോ? നിന്റെ മേളിൽ കുടുംബ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ പാരമ്പര്യമായി നിൽക്കുന്ന ശാപങ്ങളും അതിന്റെ തകർച്ചകളും ഇനി അതിനകത്തൊരു നന്മയുണ്ടാകില്ല എന്ന സകല കൈയെഴുത്തുകളും ഉടച്ചു കളഞ്ഞ് അതിനെ തകിടം മറിച്ച് അതിന്റെ മുകളിൽ ഒരു പുതിയ വിധിയെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. My God, this is very important. ഇനി നിന്നെ സഹായിക്കാൻ ആരും വരില്ല ജെറുസലേമേ. ഇനി നിന്നോട് ആർക്കും കരുണ തോന്നില്ല ജെറുസലേമേ. ദൈവവും നിന്നെ കൈവിട്ടു ജെറുസലേമേ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വർഷങ്ങൾ 200 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തെ കുറിച്ച് പദ്ധതിയുള്ള ദൈവം സമയം വന്നപ്പോൾ, എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, സമയം വന്നപ്പോൾ തമ്പുരാന്റെ കൃത്യമായ സമയം വന്നപ്പോൾ എവിടോ ഇരുന്ന ഒരു നെഹമ്യായുടെ അകത്ത് തമ്പുരാൻ ആത്മഭാരത്തെ കൊടുത്ത്, നിനക്ക് വിശ്വസിക്കാവോ? ഒരു പക്ഷേ നീ നന്നാകുകയില്ല എന്നും നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയില്ലെന്നും നിനക്ക് വിരോധമായി പലരും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിനക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്തവരും നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവരും കാണാം. തമ്പുരാൻ ഇതിനെയെല്ലാം പൊളിക്കും. തമ്പുരാൻ ചില വിധികളെ തിരുത്തും. ആത്മശക്തി അനുഭവിക്കുക. തമ്പുരാൻ ചില വിധികളെ തിരുത്തും. കുറേ നാൾ ഞാൻ പ്രാർത്ഥിച്ചു. കുറേ നാൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ വിഷയത്തിൽ മാറ്റമില്ല, അകത്ത് കയറിയ ദർശനത്തിൽ മാറ്റമില്ല, ലക്ഷ്യത്തിൽ മാറ്റമില്ല. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നല്ല, കിട്ടും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. കരച്ചിലിന്റെ ലക്ഷ്യം
ചിരിക്കുന്ന എല്ലാവർക്കും ലക്ഷ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാ ലക്ഷ്യത്തിന് അവൻ ചിരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ കരഞ്ഞവനെല്ലാം Amen. ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കരഞ്ഞവരുണ്ടെങ്കിൽ Hey. നിന്നെ കൊണ്ട് ചിലത് ദൈവം പണിയിപ്പിക്കും. Amen. I receive it. തിരുവെഴുത്തുകളിൽ കരഞ്ഞ, ദൈവസന്നിധിയിൽ കരഞ്ഞ എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. Amen. ആ സഹോദരിയുടെ പേരാണ് ഹന്ന. Amen. പള്ളിക്കകത്തിരുന്ന് കരഞ്ഞതിന് അവക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. Amen. Yes. ചില വിഷയങ്ങളെ ടാർഗറ്റ് വെച്ച് കരയുന്നവരുണ്ട്. നിന്റെ സമയം വരാൻ പോവുകയാണ്. We receive it. I receive it. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു, വളരെ കരഞ്ഞു. കരഞ്ഞു. ആ കരച്ചിലിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. Amen. ഉണ്ടായിരുന്നോ? Yes. 8-ാം വാക്യം നോക്കിയേ. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ. 12-ാം വാക്യം നോക്കി. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വാ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഇങ്ങനെ കരയുവാ ആ സഹോദരി. പ്രാർത്ഥനയൊന്നും അങ്ങനെ വരുന്നില്ല. ഇങ്ങനെ കുടുകൂടാ കണ്ണീന്ന് ഇങ്ങനെ ചൂടുള്ള കണ്ണുനീര് ഒഴുകി ദൈവസന്നിധി വീഴുക. ചുണ്ടിങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ശബ്ദമൊന്നും അധികം വരുന്നില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രാർത്ഥനയല്ലിത്. ഇതിങ്ങനെ മാസങ്ങളായി, വർഷങ്ങളായി നെഹമ്യാവിനെ പോലെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏലിക്ക് തോന്നി അവള് ലഹരി പിടിച്ചിരിക്കും. ഏലിക്ക് തോന്നിപ്പോയതാണ്. ഏലി പറഞ്ഞു, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് പുറത്തിറങ്ങട്ടെന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ലേ യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്കൊരു ലക്ഷ്യമുണ്ട്. പ്രാർത്ഥനയിൽ ആത്മഭാരം ഉണ്ടാകണം. എല്ലാ പദവിയിലും ഇരിക്കുന്ന, ശൂഷൻ രാജസന്നിധിയിലിരിക്കുന്ന രാജാവിൻ്റെ പാനപാത്രവാഹകനായ നെഹമ്യാവേ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് ഇത്രയും ഭക്ഷണം? കൊട്ടാരത്തിലെ ഫുഡാണ്. ഈ ഫുഡെല്ലാം വിട്ട് നീ എന്തിന് ഉപവസിക്കുന്നു? ഒറ്റ കാര്യമുള്ളൂ, ആത്മഭാരം. ആത്മഭാരം. ഈ ആത്മഭാരമുള്ളവന്റെ പ്രത്യേകത എനിക്കെന്നാ കിട്ടും എന്നുള്ളതല്ല, എനിക്കെന്ത് ചെയ്യാം എന്നുള്ളതാണ്. ആത്മഭാരമുള്ളവർ സഭയിൽ എഴുന്നേൽക്കണം. ഇന്റർസെഷൻ പ്രയറുകളിൽ ആത്മഭാരമുള്ളവർ കടന്നു വരണം. രാത്രികാലങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മഭാരമുള്ളവർ വന്ന് പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥനകളിൽ ആത്മഭാരമുള്ളവർ പങ്കെടുക്കണം. അത് എനിക്കെന്തോ കിട്ടാനല്ല, എനിക്കെന്തോ നേടാനല്ല. എൻ്റെ അകത്ത് തമ്പുരാൻ തന്ന ആ വിഷനെ, അല്ലെങ്കിൽ എൻ്റെ മീതെയുള്ള ദൈവപുരുഷൻ്റെ വാക്കിലൂടെ വെളിപ്പെട്ട ദൈവീകമായ ദർശനത്തെ നിർവഹിച്ചെടുക്കാൻ എൻ്റെ അകത്തൊരു ആത്മഭാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എങ്ങനെ രാജാവാകാം, എങ്ങനെ രാജസന്നിധി പിടിക്കാം, എങ്ങനെ പാനപാത്രവാഹകനാകാം എന്നുള്ളതിനപ്പുറമായി പാനപാത്രവാഹകനായിരുന്നവൻ, രാജസന്നിധിയിൽ നിന്നവൻ, രാജസന്നിധി വിട്ടത്, യെരൂശലേമിലേക്ക് യാത്ര ചെയ്തത്
കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത്, അങ്ങിങ്ങായി ചിതറിപ്പോയവരെ വിളിച്ചു ചേർത്തത്, അവരോട് ദർശനം പങ്കുവെച്ചത് പൗണ്ട് കിട്ടാനല്ല, ഡോളർ കിട്ടാനല്ല, സെക്രട്ടറി ആവാനല്ല, മൈക്ക് പിടിക്കാനല്ല, പട്ടണം വിടുവിക്കപ്പെടാനാണ്. പട്ടണം വിടുവിക്കപ്പെടാനാണ്. പട്ടണം വിടുവിക്കപ്പെടാനാണ്. എന്റെ പട്ടണം വിടുവിക്കപ്പെടണം. എന്റെ ദേശം വിടുവിക്കപ്പെടണം. എന്റെ സംസ്ഥാനം വിടുവിക്കപ്പെടണം. ഇത് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹന്ന മനോവ്യസനത്തോടെ ഹൃദയം പറഞ്ഞു. ഇപ്പൊ ഏലി പറഞ്ഞത് അത്ര നല്ല കാര്യമല്ല. കാരണം ഏലി ഹന്നയെ തെറ്റിദ്ധരിച്ചു, സ്വാഭാവികമാണ്. പക്ഷേ ഹന്ന പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മീതെയുള്ള ദൈവപുരുഷന്റെ അനുഗ്രഹത്തിനകത്ത്, അങ്ങാരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മീതെയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനകത്ത്, നിങ്ങൾക്ക് മീതെയുള്ളവരുടെ ബ്ലസ്സിങ്ങിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. 16-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഏലി പറഞ്ഞത്, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്, അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. 17-ാം വാക്യം. അതിന് ഏലി പറയുക, ഏലി ഒരു മീതെയുള്ള ദൈവമനുഷ്യന്റെ ബ്ലസ്സിംഗ് ആണ്. അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. എത്ര വർഷമായി തുടങ്ങിയ പ്രാർത്ഥനയാ? എത്ര വർഷമായി തുടങ്ങിയ പ്രാർത്ഥനയാ? നീണ്ട വർഷങ്ങളായുള്ള പ്രാർത്ഥനയാ. ഇന്നലെ തുടങ്ങിയ പ്രാർത്ഥനയല്ല. പക്ഷെ ഒരു ദിവസം അവളുടെ മീതെയുള്ള ദൈവദാസൻ, അവളുടെ പുരോഹിതൻ, അല്ലെ അവളുടെ പാസ്റ്റർ, അവളുടെ ദൈവദാസൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു, നീ കഴിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരട്ടെ എന്ന് പറഞ്ഞു. ഇനി 18-19 വാക്യം നോക്കിയേ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. That is a blessing. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം അവർ അതികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ അന്നെ പരിഹരിച്ചു, യഹോവ അവളെ ഓർത്തു എന്ന ഏലിയുടെ ഒരു ബ്ലസ്സിംഗ് ഹന്നയുടെ മേളിൽ വീണോ, അന്നു മുതൽ സാഹചര്യം മാറി. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ മീതെയുള്ള എൻ്റെ പുരോഹിതന്റെ, എൻ്റെ മീതെയുള്ള എൻ്റെ പാസ്റ്ററിന്റെ, നിങ്ങൾ ഏത് സഭയിലും മക്കളെ, നിന്റെ മീതെയുള്ള ദൈവദാസന്റെ അനുഗ്രഹം, അത് ദൈവത്താൽ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്നു എന്ന് റോമർ 13 എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ മീതെയുള്ള കർത്തൃദാസന്റെ, നിന്റെ മീതെയുള്ള നിന്റെ അപ്പന്റെ, നിന്റെ അമ്മയുടെ, നിന്റെ അധ്യാപകന്റെ ബ്ലസ്സിംഗ് നിന്റെ മുഖത്തിന്റെ വാട്ടത്തെ മാറ്റുന്നതായി. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പിന്നെ അവളുടെ മുഖം വാടിയില്ല. അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയച്ചു. കുറെ നാൾ അവൾ കരഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കരയുന്നത് ലക്ഷ്യത്തോടെ അല്ല, പക്ഷെ കരച്ചിലിനൊരു ലക്ഷ്യമുണ്ടാണ്. ഈ 137-ാം സങ്കീർത്തനത്തിലാണെന്ന് എൻ്റെ ചിന്ത. അതിൻ്റെ 1-ാം വാക്യത്തിൽ, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. എന്നിട്ട് 2-ാം വാക്യത്തിൽ മുതൽ എഴുതിയിട്ടുണ്ട്, അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ തൂക്കിയിട്ടു. പാട്ടൊക്കെ നിർത്തി. ഗിറ്റാർ എവിടെ തൂക്കിയിട്ടു? മരത്തെ തൂക്കിയിട്ടു. പാട്ടൊക്കെ നിർത്തി. ഭയങ്കര കരച്ചില. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ, നിങ്ങൾ
137 സങ്കീർത്തനം വായിക്കുമ്പോൾ ഇവർ കരഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ കരഞ്ഞത് നഷ്ടബോധം ഓർത്ത്, ഇവർ കരഞ്ഞത് കുറ്റബോധം കൊണ്ട്, ഇവർ കരഞ്ഞത് കിട്ടാതെ പോയ കാര്യങ്ങളെ ഓർത്ത്. ഈ കിട്ടാതെ പോയ കാര്യങ്ങളെയും കുറ്റബോധത്തെയും ഒക്കെ ഓർത്ത് ചുമ്മാ ഇരുന്ന് കരയുന്നവരുണ്ട്. കൈ കൊടുത്ത് പറഞ്ഞ കരച്ചിലിന് ഒരു ലക്ഷ്യമുണ്ട്. കരച്ചിലിന് ഒരു ലക്ഷ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സ്ത്രീകൾ, ചില സഹോദരങ്ങൾ, അവർക്കൊരു നന്മയുണ്ടായാലും അവർ ചിലപ്പോൾ അത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സ്ത്രീയോട് വാ തുറന്നു പറഞ്ഞ ആദ്യത്തെ വാക്കെന്നാന്നറിയാവോ? സ്ത്രീയെ കരയണ്ട. നിന്റെ കരച്ചിലിന്റെ ലക്ഷ്യം ഉയർത്തെഴുന്നേറ്റവനെ കാണുക എന്നുള്ളതല്ലായിരുന്നോ? ദേ, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ഇനി നീ കരയണ്ട. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില വീട്ടുകൾക്കകത്ത് നിന്ന് ഇതുവരെ കരഞ്ഞ ചില വിഷയങ്ങളെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് നീ നിലവിളിച്ച നിന്റെ തലമുറയുടെ മേളിൽ, നീ നിലവിളിച്ച നിന്റെ തലമുറയുടെ മേളിൽ അതുകൊണ്ടാണ് ചില സ്ഥലത്ത് നിന്ന് ഈ കരയുന്നവരെയും വിലപിക്കുന്നവരെ യേശു പുറത്താക്കിയത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് ഉയർപ്പിക്കാൻ പോയപ്പോൾ ആ വീട്ടിൽ കരയുന്നവരെയും വിലപിക്കുന്നവരെയും വെളിയിലിറക്കി. എന്താ അതിന്റെ കാരണം എന്നറിയോ? അന്നത്തെ കാലത്ത് ഈ ശവടക്ക് കിടക്കുമ്പോൾ ഈ കരയാൻ ആളുകളെ വാടകയ്ക്ക് കിട്ടും. അങ്ങനെ ചുമ്മാ വന്ന് നിന്ന് കരയുന്ന എല്ലാത്തിനെയും, നിരാശപ്പെട്ടു നിന്ന് കരയുന്ന എല്ലാത്തിനെയും കർത്താവ് ഇറക്കി കഥ കടച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാ ചങ്ക് തകർന്ന് കരഞ്ഞ ഒരുവളുണ്ടായിരുന്നു. അത് ആ മകന്റെ അമ്മയായിരുന്നു, നയീനിലെ വിധവയായിരുന്നു. കർത്താവ് കൊച്ചിനെ ഉയർപ്പിച്ച് അവളുടെ കയ്യിലോട്ട് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യ കരഞ്ഞത് അഭിനയ കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് എന്തെങ്കിലും കിട്ടാനുള്ള കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് കുറ്റബോധം കൊണ്ടുള്ള കരച്ചിലല്ല. നെഹമ്യ കരഞ്ഞത് തനിക്കെന്തോ കിട്ടാനല്ല. നെഹമ്യ കരഞ്ഞത് ആത്മഭാരം കൊണ്ടാണ്. നെഹമ്യ കരഞ്ഞത് താൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. എൻ്റെ ആത്മഭാരം വർദ്ധിക്കട്ടെ, എൻ്റെ ആത്മഭാരം വർദ്ധിക്കട്ടെ. രാജാവിനോട് തുറന്നു നോക്കിക്കോ. നെഹമ്യ 2:2 നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും അസുഖം വല്ലോ ആന്നോ? എനിക്ക് തോന്നുന്നത് നിനക്കെന്തോ ഭയങ്കര മനപ്രയാസം ഉണ്ടെന്നാ. കാരണം രാജാവിന് പുള്ളി അത്ര ഇഷ്ടം. കൂടെ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, വിഷമം മനസ്സിലാവും. നിന്റെ മുഖം എന്നാ വാടിയിരിക്കുന്നേ? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു നിനക്കെന്തോ മനപ്രയാസം ഉണ്ടെന്നാണ്. എൻ്റെ ചോദ്യം, നെഹമ്യാവേ, ഇത്ര സുഖ സൗകര്യങ്ങളിൽ ഇരിക്കുന്നവനെ, നിനക്ക് എന്നാടാ മനപ്രയാസം? നിന്റെ ഭാര്യയെ ഓർത്തോ? നിന്റെ മക്കളെ ഓർത്തോ? അതോ നിനക്ക് പൈസ ഇല്ലാത്ത ഓർത്തോ? നെഹമ്യ പറയും, ഇതൊന്നുമല്ല റീസൺ, ഇതൊന്നുമല്ല റീസൺ. എൻ്റെ കർത്താവിൻ്റെ നാമം, എൻ്റെ യഹോവയുടെ നാമം മഹത്വപ്പെടണം. യെരൂശലേമിൻ്റെ മതിൽ പണിയണം, അതിൻ്റെ വാതിലുകൾ റീബിൽഡ് ചെയ്യണം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം, ദൈവത്തിൻ്റെ ജനം സന്തോഷിക്കണം. നോ അതർ റീസൺ, നോ അതർ റീസൺ. എന്നിട്ട് ഇതാണ് മെസ്സേജ് 3-ാം വാക്യത്തിൽ. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടിട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കും. അത്ര നല്ല മനുഷ്യനാ പുള്ളി കേട്ടോ. പിടികിട്ടുന്നുണ്ടോ? നമ്മളടുത്തൊക്കെ ഇടയ്ക്ക് വന്ന മക്കളെ നീ സുഖമായിരിക്കുന്നോ, നന്നായിരിക്കുന്നോ, ഇടയ്ക്കൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കത്തില്ലേ, ഹൗ ആർ യു, സുഖമാണോ, ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കത്തില്ലേ ചിലർ. മെസ്സേജ് അയച്ച് അയക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അന്വേഷിക്കല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കണം അവരെല്ലാം ദീർഘായുസോടെ ഇരിക്കണം. കാരണം നമ്മളെ സ്നേഹിക്കുന്നവർ നഷ്ടപ്പെട്ടു പോകരുത്. ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം.
ഞാൻ പറഞ്ഞത് ആ റൂട്ടിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് ആ രാജാവ് വളരെ സ്നേഹത്തോടെ തന്നെ മനസ്സിലാക്കി സംസാരിച്ചപ്പോൾ അതേ പുരുഷൻ രാജാവിനോട് പറയുക, യു ആർ അണ്ടർസ്റ്റാൻഡിങ് മൈ ഹാർട്ട്. ഈ വാക്കും ഭാഷണവും കൂടാതെ ചിലരെ മനസ്സിലാക്കും. അങ്ങനെയുള്ളവരാണ് ശരിക്കും സ്നേഹമുള്ളവർ. ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങൾക്ക് ലോങ് ലൈഫ് ഉണ്ടാകട്ടെ, നിങ്ങൾ ദീർഘായുസ്സോടിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം. കണ്ടോ, നെഹമ്യ തൻ്റെ പിതാക്കന്മാർ അബ്രഹാം തുടങ്ങി യാക്കോബ് തുടങ്ങി സകല പ്രവാചകന്മാരും സകല പിതാക്കന്മാരുമുള്ള ആ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ? നമുക്ക് വല്ല ആത്മഭാരമുണ്ടോ? നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം, നശിച്ചു പോകുന്ന ആത്മാക്കൾ, നശിച്ചു പോകുന്ന യുവതലമുറകൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു പത്രവാർത്ത പോലും വായിക്കാൻ കഴിയാത്ത നിലകളിൽ ലോകമുണ്ടായ കാലം മുതൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത അനിഷ്ട സംഭവങ്ങൾ ഒക്കെ ദേശത്തിൽ നടക്കുമ്പം ഒന്ന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനോ ദേശം വിടുവിക്കപ്പെടാനോ ആലയത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ എന്തായി? നമ്മുടെ ചർച്ചുകൾ, നമ്മുടെ ശുശ്രൂഷകൾ ലോകമെമ്പാടും, നമ്മുടെ പാസ്റ്റേഴ്സ് മാത്രമല്ല, ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർ, ദൈവവേലക്കാർ, നോർത്ത് ഇന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും സുവിശേഷത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, വ്യഥകൾ അനുഭവിക്കുന്നവർ. നമ്മുടെ അകത്തൊരു ആത്മഭാരമുണ്ടോ? എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ കൊച്ചുങ്ങളെ അനുഗ്രഹിക്കണേ, എനിക്കൊരു പുതിയ വണ്ടി തരണേ, എനിക്ക് ഗൾഫിൽ പോകാൻ വഴി തുറക്കണേ, എൻ്റെ പാസ്പോർട്ട് വിസ അടിക്കണേ എന്നും ഉള്ള പ്രാർത്ഥനകൾ മാത്രമായി നമ്മൾ ഒതുങ്ങിപ്പോകാതെ നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം നമ്മുടെ സാമ്പത്തിക സ്ഥിതികളെ ഓർത്തല്ല, നമ്മുടെ മുഖത്തിൻ്റെ വാട്ടം നമ്മുടെ പ്രശ്നങ്ങൾ ഓർത്തല്ല. പൗലോസേ, താങ്കളുടെ മുഖം പലപ്പോഴും വാടിയിരുന്നത്, താങ്കൾ പലപ്പോഴും ദുഃഖിച്ച് നടന്നത് താങ്കളുടെ സ്ഥിതികൾ ഓർത്തല്ല. 2 കൊരിന്ത്യർ 2:4 വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം അറിയിക്കേണ്ടതിനത്രേ. 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെ വായിക്കണം. ആ മനുഷ്യന്റെ ഭാരം സഭയെ ഓർത്ത്, ദേശത്തെ ഓർത്ത്, ജനത്തെ ഓർത്ത്. പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്നാണെന്നറിയാവോ? ആത്മാക്കളെ ഓർത്ത് ഞാൻ പ്രസവ വേദനപ്പെടുന്ന. പ്രസവ വേദന എന്നാണെന്ന് പ്രസവിച്ച സഹോദരിമാരോട് ചോദിക്കണം. അത്രയധികം ബോർഡനോടെ, ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചവരുടെ നിരയാണ് ഈ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം അവസാനിപ്പിക്കട്ടെ. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. എന്റെ പാനപാത്രവാഹകനെ, വൈ യു ആർ സഫറിങ്, വൈ യു ആർ ക്രൈങ്? ഒരു രാജാവാ ചോദിക്കുന്നേ. വാട്ട് യു വാണ്ട്? നിനക്ക് എന്നാ വേണ്ടേ? എന്താ നിന്റെ പ്രശ്നം? ഞാൻ കൂടെ രാജാവായി പറയുന്നേ, എന്താ നിന്റെ ആവശ്യം? നിങ്ങൾ ശ്രദ്ധിച്ചേ, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചപ്പം രാജാവിനോട് പറയേണ്ടത് രാജാവിനോടല്ല പറഞ്ഞേ, ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാജാവേ, നീ തന്നാൽ, നീ ചെയ്താൽ നിനക്ക് ഇത്ര ചെയ്യാൻ പറ്റൂ. പക്ഷെ എനിക്കൊരു രാജാതി രാജാവുണ്ട്. Oh, you are not with me. Hallelujah. എനിക്കൊരു കർത്താവുണ്ട്. എന്റെ സങ്കടങ്ങൾ എനിക്ക് മനുഷ്യരോടല്ല പറയാനുള്ളത്. എന്റെ സങ്കടങ്ങൾ എനിക്ക് നാട്ടുകാരോടല്ല പറയാനുള്ളത്. എന്റെ സങ്കടങ്ങൾ ലോകക്കാരോടല്ല പറയാനുള്ളത്. എന്റെ വിഷയം എനിക്ക് ദൈവത്തോടാ പറയാനുള്ളത്. ഒരു രാജ്യത്തിലെ രാജാവ് നിങ്ങളോട് നിങ്ങൾക്ക് എന്തോ വേണം, ഞാൻ ചെയ്തു തരാം എന്ന് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ പായെടുത്ത് പ്രാർത്ഥിക്കാൻ പോവോ അതോ രാജാവിനോട് കാര്യം പറയോ? നെഹമ്യായ്ക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇത് ജെറുസലേമിന്റെ മതിലാ, ഇത് അതിന്റെ വാതിലാ, ഇത് സ്പിരിച്വലാ, ഇത് കിങ്ഡമാ. ഹല്ലേലൂയ.
ഈ രാജ്യം പണിയാൻ, ഈ രാജ്യം പൊക്കാൻ, ഇതിൽ വെളിപ്പെടാൻ മാനുഷിക കൈകളല്ല ഇറങ്ങേണ്ടത്, സ്വർഗത്തിന്റെ കൈകളാണ് ഇറങ്ങേണ്ടത്. നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതം എത്ര പേര് ആഗ്രഹിക്കുന്നു? പിതാവേ, മതിലുപണിയുടെ ചരിത്രമെന്ന് തുടങ്ങാതെ നെഹമ്യാവിന്റെ ചരിത്രമെന്ന് പറഞ്ഞ് ഈ പുസ്തകം ആരംഭിച്ചത് നിന്റെ മഹത്വത്തിനു വേണ്ടി ആ മനുഷ്യൻ നിന്നതുകൊണ്ടാണ്. നിന്റെ രാജ്യത്തിനു വേണ്ടി സ്റ്റെപ്പ് വെച്ചതുകൊണ്ടാണ്. വിശ്വസിക്കാമോ? അപ്പാ, ഞാൻ കണ്ടിട്ടില്ലാത്തവരെ, എനിക്കൊരു പരിചയമില്ലാത്തവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നെ കരുതാൻ നീ ഒരുക്കുന്ന കർത്താവാണ്. പ്രവചനങ്ങൾ പോലും പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രവചനങ്ങൾ പോലും പ്രതികൂലമായി നിൽക്കുന്ന വർഷങ്ങളിൽ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ഒറ്റ കാര്യത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പോലും തീരുമാനങ്ങളെ മാറ്റിയെങ്കിൽ, തമ്പുരാന്റെ തീരുമാനങ്ങളിൽ വരെ വ്യത്യാസം വന്നെങ്കിൽ, കരയുന്നവർ, ഉപവസിക്കുന്നവർ, കുറെ നാളായി പ്രാർത്ഥിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാം. കരഞ്ഞവർ, ഉപവസിച്ചവർ, കുറെ നാളായി പ്രാർത്ഥിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിന്നെ സ്വർഗത്തിലെ ദൈവം ഒരു സൊല്യൂഷനാക്കി മാറ്റി. അതരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരു സൊല്യൂഷനാക്കി മാറ്റി. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. നിന്നെ സ്വർഗത്തിലെ ദൈവം ഒരു സൊല്യൂഷനാക്കി മാറ്റി. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥനയിൽ പോരാടാൻ ഒരു കൂട്ടത്തെ ദൈവം ഇതിൽ എഴുന്നേൽപ്പിക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ദൈവം ചിലരെ നിറയ്ക്കട്ടെ. ചില രാജസന്നിധികൾ വിടാൻ യേശുവിനെ പോലെ താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ താണഭൂമിയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത്, ഞാനും നിങ്ങളും വിടുവിക്കപ്പെട്ടത്. ചില പിടികളൊക്കെ ഒന്ന് വിടാൻ തയ്യാറാവുമോ? ഒന്ന് കരങ്ങളെ ഉയർത്തുവോ? എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ പദവി, ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നത് ചിലത് ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി വിട്ടെറിയാൻ, പ്രാർത്ഥിക്കാൻ, ചില പണികൾക്കായി പരസ്പരം ഉത്സാഹിപ്പിക്കാൻ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ശബ്ദമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഈ അന്യഭാഷയുമല്ല. ഞാൻ ഇത്രേ ദൈവമക്കളോട് ആവശ്യപ്പെടുന്നുള്ളൂ. കുറെ നാളായി കരയുന്നവർ, കുറെ നാളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, കുറെ നാളായി ദൈവത്തോട് അത് ചോദിക്കുന്നവർ, ഈ സമയത്ത് അത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഒരു പുരോഹിതൻ, നിങ്ങളുടെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഏലിയെ പോലെ ഒരു വാക്ക് റിലീസ് ചെയ്യുകയാണ്. ദൈവം നിന്റെ പ്രാർത്ഥനയെ ഓർക്കട്ടെ, ദൈവം നിന്റെ വഴിപാടുകളെ ഓർക്കട്ടെ, ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകട്ടെ. ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെഹമ്യാവ് ഒരു ചരിത്രമായി മാറിയതുപോലെ നിങ്ങളുടെ ജീവിതം ചുവരിൽ തൂങ്ങുന്ന കേവലം ഒരു ചിത്രമായി അവശേഷിക്കാതെ നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളൊരു ചരിത്രമാകണമെങ്കിൽ, ഞാനൊരു ചരിത്രമാകണമെന്ന് ചിന്തിച്ച് ജീവിച്ച് പ്രവർത്തിക്കാതെ, എൻ്റെ മഹത്വം ഞാൻ അന്വേഷിക്കാതെ, എനിക്കെന്നുള്ള ചിന്തയിൽ ഞാൻ ജീവിക്കാതെ, ദൈവസന്നിധിയിൽ ഇരിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും വിഭാഗ്യതകൾ കൂടാതെ ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം എന്ന ഒറ്റ ചിന്തയിൽ, അത് ആ വ്യക്തി പണിതാലും, ഈ വ്യക്തി പണിതാലും, ഈ സഭ ചെയ്താലും, കിങ്ഡം ഓഫ് ഗോഡ്, കർത്താവിൻ്റെ രാജ്യം വലുതാകണം എന്ന ഒറ്റ ആഗ്രഹത്തോടെ അതിന് സപ്പോർട്ടീവായി ദർശനമേറ്റെടുത്ത് ഇരിക്കാൻ, കരയാൻ, പ്രാർത്ഥിക്കാൻ, ഒന്നിച്ചു പ്രവർത്തിക്കാൻ, ചുമല് കൊടുക്കാൻ, കട്ട കെട്ടാൻ
കൂടെ നിൽക്കാൻ ഒക്കെ നിങ്ങൾ തയ്യാറായാൽ, കർത്താവിൻ്റെ മഹത്വം മാത്രം നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ, ദൈവം നിങ്ങളെ ഒരു സൊല്യൂഷനാക്കും. നെഹമ്യാവിന്റെ പ്രാർത്ഥന, നെഹമ്യാവിന്റെ ഉപവാസം ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി. നെഹമ്യ ഒരു സൊല്യൂഷൻ ആയിരുന്നു, ദൈവത്തിന്റെ കരത്താൽ ഒരു സൊല്യൂഷൻ. മോശ ഒരു ജനതയുടെ സൊല്യൂഷനാക്കി ദൈവം മാറ്റി. മിഥ്യാനി അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ദൈവം ഗിദയോനെ ഒരു സൊല്യൂഷനാക്കി മാറ്റി. മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവം തന്റെ പുത്രനെ ഒരു പരിഹാരമാക്കി മാറ്റി. നിങ്ങളൊരു പ്രശ്നമായി മാറല്ല, നിങ്ങളൊരു പ്രശ്നമായി, നിങ്ങൾ ആർക്കും ഒരു പ്രശ്നമായി മാറല്ല, നിങ്ങൾ ആർക്കും ഒരു തലവേദനയായി മാറല്ല, നിങ്ങൾ അനേക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറണം. അനേക പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആകണം. നിങ്ങൾ വിടവുകളെ അടയ്ക്കുന്നവരാകണം. ആ രാജ്യത്തിന് വേണ്ടി കരഞ്ഞത്, ഉപവസിച്ചത്, ആ വർത്തമാനം ചോദിച്ച് കേട്ടറിഞ്ഞ് പ്രാർത്ഥിച്ചത് തൻ്റെ ആത്മഭാര നിമിത്തമാണ്. ആത്മഭാരം അവൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതാണ്. അതിലെല്ലാം ഉപരിയായിട്ട് യഹൂദന്മാർ പലരും പണിയേണ്ട മതില്, യഹൂദന്മാർ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ ശൂഷൻ രാജസന്നദ്ധിയിൽ നിന്ന്, പേർഷ്യൻ രാജ്യത്ത് നിന്ന് ഒരു നെഹമ്യാവിന് ആത്മഭാരം കൊടുത്ത് ദൈവം ജെറുസലേമിലേക്ക് കൊണ്ടുവന്നതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. കുറെ നാൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണ്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ കുറെ നാൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? മടുത്തു പോകല്ലേ. കുറെ നാളായി പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം ഒരു സൊല്യൂഷനാക്കി മാറ്റും. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇവർക്ക് ലഭിക്കുവാനിടയാകും. വളരെ ആത്മഭാരത്തോടെ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിനായി, ലോകത്തിലെ രാജ്യങ്ങൾക്ക് സ്വന്തമായത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അത്ഭുതകരമായ മറുപടി കൊടുക്കുകയും, നീ ഏത് പട്ടണത്തിന് വേണ്ടിയാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഏത് ദേശത്തിന് വേണ്ടിയാണ് ഇടവിൽ നിൽക്കുന്നത്, നിന്നെ ആ പട്ടണത്തിന്റെ, രാജ്യത്തിന്റെ, ദേശത്തിന്റെ ഒരു സൊല്യൂഷനാക്കി കർത്താവ് മാറ്റി. യേശു അത് ചെയ്യും. Father, I bless who is watching me.